ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ കൊല്ലത്തോട്ടൊരു യാത്ര പോവുകയാണ്. കൊല്ലത്താണ് വീടെങ്കിലും പ്രോപ്പർ കൊല്ലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കൊല്ലം പുതിയാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മുടെ സരിത ചേച്ചിയുടെ വീട് അവിടെ ആയതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരുങ്ങിയെല്ലാം കഴിഞ്ഞപ്പം തന്നെ ഒരു 10 മണി കഴിഞ്ഞായിരുന്നു. ഇതൊന്നും നോക്കിയില്ല, എല്ലാം റെഡി ആയിട്ട് ഇറങ്ങി. അപ്പം നല്ല വെയിലായിരുന്നു ആ സമയത്ത്. നമ്മൾ കൊല്ലം സിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും കുറേ പൊങ്കാല ഇടുന്ന അമ്മമാരും ചേച്ചിമാരും ഉണ്ടായിരുന്നു. ഈ ഒരു പാലം കഴിയുമ്പോഴാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പുതിയാവ് ഭഗവതി ക്ഷേത്രവും. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് റെയിൽവേ ക്വാർട്ടേഴ്സാണ് ചേച്ചിയുടെ അമ്മയും അച്ഛനും താമസിക്കുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് തന്നെ. നമ്മൾ പോകുന്ന വഴി മൊത്തം അന്നദാനം കൊടുക്കുന്ന ഇടങ്ങളായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ ആറ്റുകാൽ പോയ ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടുന്നത്. അവിടെ ഇതേപോലെ തന്നെ അല്ലേ കുറേ അന്നദാനവും ജ്യൂസും ചോറും അങ്ങനെ കുറേ അന്നദാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലായിരുന്നു എനിക്ക് ആ പോകുന്ന വഴി മൊത്തം കിട്ടിയത്. പിന്നെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് നേരെ ക്വാർട്ടേഴ്സിലോട്ട് വന്ന്. പക്ഷെ അവിടെ ചേച്ചിയും ആരും ഒന്നും ഇല്ലായിരുന്നു. അവർക്കും അവരുടേതായിട്ട് വകയിൽ ഒരു അന്നദാന കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു ചോറ് വിളമ്പെന്ന തിരക്കിലായിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴോ ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും നല്ല തിരക്കാണ് ചോറും കറിയും എല്ലാം വിളമ്പുന്നത്. അവിടെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു വിളമ്പാനും. പിന്നെ ഈ വാങ്ങിക്കാൻ വരുന്നവരും നല്ലൊരു ക്യൂ ആയിരുന്നു അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങളും ഒന്നും നോക്കിയില്ല, അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിന്നു. അങ്ങനെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഫുഡ് കിട്ടി. സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, അങ്ങനെ കുറേ ഐറ്റംസ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കാര്യവും പറഞ്ഞിട്ട് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ കരുനാപ്പള്ളിലോട്ട് തിരിച്ച്. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ, താങ്ക് യു ഗായ്സ്.